നമസ്കാരം. തൊടൂർ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് ഒരു ആലിലയുടെ ചിത്രവും 2 നീല ശംഖുപുഷ്പത്തിൻ്റെ ചിത്രവും. നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഫലം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആലിലയാണ് വരുന്നതെങ്കിൽ ഓം നമോ നാരായണ എന്നും, നീല ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഓം നമഃശിവായ എന്നും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. ആദ്യമായി ആലില തിരഞ്ഞെടുക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറെ നാളായി മനസ്സിൽ വിചാരിക്കുന്ന ഒരു ആഗ്രഹം ഉടൻ തന്നെ സഫലമാകാൻ പോകുന്നു എന്നാണ് സൂചന. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ വരാനിരിക്കുന്ന സമയമാണിത്. സാമ്പത്തികമായി ചെറിയ ഉയർച്ചയും നേട്ടവുമൊക്കെ ലഭിക്കുന്നതായും കാണുന്നു. പുതിയ ആളുകളുടെ സഹായം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ദൈവാനുഗ്രഹം കൂടുതലായി അനുഭവപ്പെടുന്ന കാലഘട്ടമാണിത്. മനസ്സിലെ വിഷമങ്ങൾ കുറയുകയും സമാധാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. പഠനത്തിലും ജോലിയിലും നല്ല മുന്നേറ്റമുണ്ടാകുന്നു. യാത്രകൾ ഭാഗ്യകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ്. പഴയൊരു ബന്ധം വീണ്ടും സന്തോഷത്തോടെ ചേരാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യത്തിൽ മെച്ചവും ഊർജവും ലഭിക്കുന്നതായും കാണുന്നു. വീടിനുള്ളിൽ ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും വർദ്ധിക്കുന്നതായും കാണുന്നു. നിങ്ങൾ ചെയ്ത നന്മകൾക്ക് നല്ല ഫലം ലഭിക്കുന്ന സമയമാണിത്. പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നു. ആത്മവിശ്വാസം വർദ്ധിച്ച് തീരുമാനങ്ങൾ വിജയകരമാകുന്നു. ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഈ കാലഘട്ടം. ഇതാണ് ആലില തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഫലങ്ങളായി കാണുന്നത്. അടുത്തതായി നമുക്ക് നീല ശംഖുപുഷ്പം തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. മനസ്സിൽ ആഗ്രഹിച്ച കാര്യം വൈകിപ്പോയാലും സഫലമാകാൻ സാധ്യത കൂടുതലാണ്. ആത്മീയമായ വളർച്ചയും ശാന്തിയും ലഭിക്കുന്നതായി കാണുന്നു. ഏറെ നാൾ കാത്തിരുന്ന സന്തോഷ വാർത്ത ഉടനെ കേൾക്കാവുന്നതാണ്. ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കുന്ന സമയം ആരംഭിച്ചിരിക്കുന്നതായും കാണുന്നു. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നതായി കാണുന്നു. സാമ്പത്തികമായി സ്ഥിരതയും ചെറിയ നേട്ടങ്ങളും ലഭിക്കുന്നതായും കാണുന്നു. പുതിയ സുഹൃത്തുക്കളോ നല്ല ബന്ധങ്ങളോ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ജോലിയും ബിസിനസ്സുമൊക്കെ പുരോഗതിയിലേക്ക് പോകുന്നതായും കാണുന്നു. മനസ്സിലെ ആശങ്കകളൊക്കെ മാറി പ്രതീക്ഷകൾ വർദ്ധിക്കുന്നതായും കാണുന്നു. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിയും ധൈര്യവും ലഭിക്കുന്നതായും കാണുന്നു. വീട്ടിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കുന്നു. പഠനരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നു. യാത്രകളും പുതിയ അനുഭവങ്ങളും ഭാഗ്യങ്ങൾ നൽകുന്നതായും കാണുന്നു. ദീർഘനാളായുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതായും കാണുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങൾ സന്തോഷവും സമാധാനവും നിറഞ്ഞതായും കാണുന്നു. തൊടൂർ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നൽകിയ 2 ചിത്രങ്ങളും, ഒന്ന് ആലിലയുടേതും മറ്റൊന്ന് നീല ശംഖുപുഷ്പത്തിൻ്റെയും 2 ചിത്രങ്ങളുടെയും ഫലങ്ങളാണ്. ഇതിൽ നിങ്ങൾ ഏതാണോ തിരഞ്ഞെടുത്തത്, ആലില നൽകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും എന്നാൽ നീല ശംഖുപുഷ്പം നൽകുന്നത് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹവും നിങ്ങളിലേക്ക് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.